Hi everyone, welcome back to my channel Incredible English. ഇന്ന് നമ്മൾ ടൈം എക്സ്പ്രഷൻസ് ആയിട്ടുള്ള സിൻസും ഫോറും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് നോക്കുന്നത്. സിൻസ് ആൻഡ് ഫോർ എപ്പോഴും നമ്മൾ ഇത് പെർഫെക്റ്റ് ടെൻസസിന്റെ കൂടെ കാണാറുള്ളതാണ്. അപ്പോൾ സിൻസ് എന്താണ്, ഫോർ എന്താണ്, എങ്ങനെയാണ് ഇത് തമ്മിൽ, എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എന്നൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഓക്കെ, സിൻസ് ആൻഡ് ഫോർ. സിൻസ് എന്ന് പറയുമ്പോൾ ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് ഓൺ വേർഡ്സ്. ഇതിന് മീനിങ് വരുന്നത് ഓൺ വേർഡ്സ്, അപ്പോൾ തൊട്ട്. സിൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് തൊട്ട് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. നോക്കിക്കേ, അത് റെഫർ ചെയ്യുന്നത് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 9 o'clock എന്ന് നമ്മൾ സെന്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വേണ്ടി 9 o'clock തൊട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആ വെയിറ്റിംഗ് കഴിഞ്ഞോ? ഇല്ല, കാരണം പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. നേരത്തെ തുടങ്ങി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ വെയിറ്റ് ചെയ്ത് തുടങ്ങി. എപ്പോൾ തൊട്ട്? 9 o'clock തൊട്ട് ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തുടങ്ങി, ഇപ്പോഴും അത് തുടരുകയാണ്. അപ്പോൾ ആ 9 o'clock എന്നുള്ള പോയിന്റ് തൊട്ടാണ് ആ വെയിറ്റിംഗ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ സിൻസ് റെഫർ ചെയ്യുന്നത് എ പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം ആണ്. അവിടെ നമ്മൾ ടൈം എടുത്ത് മെൻഷൻ ചെയ്യും. ഐദർ ഇറ്റ് മൈറ്റ് ബി എ ടൈം ഓർ ആൻ ഇയർ ഓർ എ ഡേ, ഒരു പെർട്ടിക്കുലർ ഡേ ഓർ എ പെർട്ടിക്കുലർ ഡേറ്റ്, അങ്ങനെയായിരിക്കും നമ്മൾ പറഞ്ഞത്. പെർട്ടിക്കുലർ ആയിട്ട് സ്പെസിഫൈ ചെയ്ത് നമ്മൾ ഡേറ്റും ടൈമും പറയും. അപ്പോൾ ഫോറിലേക്ക് വരുമ്പോൾ എന്താണ് ഡിഫറൻസ്? എഗെയിൻ ഫോറും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ടൈം പീരീഡ് തന്നെയാണ്, ടൈം തന്നെയാണ്. ബട്ട് ദാറ്റ് ഈസ് എ പീരീഡ് ഓഫ് ടൈം, ഒരു ഡ്യൂറേഷൻ ആണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇത് എക്സാമ്പിൾ ഗിവൺ ഹിയർ, 6 months. I have been living here for 6 months. 6 മാസമായിട്ട് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. For 6 months എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്പെസിഫിക് ടൈം അല്ല, ഒരു ഡ്യൂറേഷൻ ആണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്, ഒരു പീരീഡ് ഓഫ് ടൈം ആണ് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റ്. അപ്പൊ ഇവിടുത്തെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇത് പർട്ടിക്കുലർ ആണ്, ഇത് പീരീഡ് ഓഫ് ടൈം ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ്. സെക്കൻഡ് വൺ, സിൻസിനെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസസിന്റെ കൂടെയാണ്. പെർഫെക്റ്റ് ടെൻസസ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കണ്ടു, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് കണ്ടു. അതിലുള്ള സെന്റൻസസ് ഒക്കെ ഞാൻ ചെയ്ത വീഡിയോസ് തന്നെ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾസിൽ നമ്മൾ സിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും സിൻസിനെ യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് ടെൻസസിന്റെ കൂടെ തന്നെയാണ്. കാരണം എന്താണ്? പെർഫെക്റ്റ് ടെൻസസിന്റെ പ്രത്യേകത അത് തന്നെയാണ് അല്ലേ? നേരത്തെ തുടങ്ങിയത് കണ്ടിന്യൂ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ജസ്റ്റ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നതാവാം. ഇതൊക്കെയാണ് പെർഫെക്റ്റ് ടെൻസസ് വരുന്നത്. ജസ്റ്റ് കംപ്ലീറ്റഡ് ആണെങ്കിലും അതിന്റെ റിസൾട്ട് ഇപ്പോഴും ഉണ്ടാവും. അപ്പം അത് നോക്കി വേണം നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസസിന്റെ കൂടെയാണ് നമ്മൾ എപ്പോഴും ആരെ യൂസ് ചെയ്യുന്നത്? സിൻസിനെ. സം സിറ്റുവേഷൻസിൽ നമ്മൾ പെർഫെക്റ്റ് ടെൻസ് അല്ലാതെ, കണ്ടിന്യൂസ് അല്ലാത്ത ടെൻസസിന്റെ കൂടെയും, പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലാത്ത ടെൻസസിന്റെ കൂടെയും certain സിറ്റുവേഷൻസിൽ നമ്മൾ സിൻസിനെ കാണാറുണ്ട്. സോ നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ് എപ്പോഴും പെർഫെക്റ്റ് ടെൻസസിന്റെ കൂടെയാണ് സിൻസിനെ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫോർ, എല്ലാ ടെൻസ് ഫോംസിന്റെ കൂടെയും, ഞാൻ ടെൻസസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ടെൻസ് ഫോംസിന്റെ കൂടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടെൻസ് ഫോംസിന്റെ കൂടെയും നമുക്ക് ഫോറിനെ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത്, ഇറ്റ്സ് എ ടൈം പോയിന്റ് ഇൻ ദ പാസ്റ്റ്. യെസ്, ഡെഫിനറ്റ്ലി. ഇപ്പൊ നമ്മൾ പറഞ്ഞ സെന്റൻസ്, ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് 9 AM എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ടൈം പോയിന്റ് ഇൻ ദ പാസ്റ്റ്. കഴിഞ്ഞു പോയ ഒരു ടൈം തന്നെയാണ്. 9 മണി എന്ന് പറയുന്നത് ഇപ്പോഴല്ല, 9 മണി തൊട്ട് എന്ന് പറയുമ്പോൾ നേരത്തെ കഴിഞ്ഞൊരു ടൈമാണ്. സോ ഇറ്റ്സ് എ പോയിന്റ് ഇൻ ദ പാസ്റ്റ്. ഇതെന്ന് പറയണതോ, ഫോർ എന്ന് പറയണത് ഒരു ഹോൾ ഡ്യൂറേഷൻ ആയിരിക്കും. അപ്പോൾ തൊട്ട് ഇപ്പോൾ, അതൊരു പോയിന്റ് ആയിട്ടല്ല നമ്മൾ അവിടെ പറയുന്നത്, ഒരു ടൈം പീരീഡ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് സെന്റൻസസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് 5 AM. ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് 5 AM. എന്താ അതിന്റെ അർത്ഥം? ഞാൻ 5 മണി തൊട്ട് നടക്കുകയാണ്. നടക്കുന്നത് കഴിഞ്ഞോ? ഇല്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. സെക്കൻഡ് സെന്റൻസ്, I have been working for 3 hours.
എന്താ തമ്മിലുള്ള ഡിഫറൻസ്? ഫസ്റ്റ് സെന്റൻസിൽ സിൻസ് യൂസ് ചെയ്തു, സെക്കൻഡ് സെന്റൻസിൽ ഫോർ യൂസ് ചെയ്തു. അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. സിൻസും ഫോറും യൂസ് ചെയ്തപ്പോൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ടൈം പോയിന്റും ഡിഫറെന്റ് ആയി. സിൻസ് യൂസ് ചെയ്തപ്പോൾ പെർട്ടിക്കുലർ ഒരു സ്പെസിഫിക് ടൈം പറഞ്ഞിട്ടുണ്ട്. ഫോർ യൂസ് ചെയ്തപ്പോൾ ഒരു ഡ്യൂറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോൾ തൊട്ട് നടന്നു തുടങ്ങി എന്ന് നമുക്കറിയില്ല, സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്കറിയില്ല. പക്ഷെ ഞങ്ങൾ 3 മണിക്കൂറായിട്ട് നടക്കുകയാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സിൻസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് നമുക്കറിയാം, അപ്പോൾ തൊട്ട് നമ്മൾ നടക്കുകയാണ്. അപ്പൊ സിൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേ, ഒരു ഡേറ്റ്, ഒരു ഇയർ, ഒരു ടൈം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൻസ്. അതല്ല, ഒരു ഡ്യൂറേഷൻ, ഒരു പീരീഡ് ഓഫ് ടൈം ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഫോർ. Hope this is clear to you. Thank you.